വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അജ്മാൻ ഫസ്റ്റ് കാണാൻ വേണ്ടിയാണ്. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ട് ഡൈനോസർ പാർക്ക് 5 ദറംസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കയറാൻ. അതായത് അജ്മാൻ ഫസ്റ്റ് കയറാൻ 5 ദറംസേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫ്രീ ആണ്. അപ്പോൾ വരുന്നവരെന്തായാലും മിസ് ചെയ്യാതെ കാണണം. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യും കേട്ടോ. ഈ ഡൈനോസറൊക്കെ മൂവ് ആവുന്നതുണ്ടോ? അതുപോലെ കുറേ ഇവിടെ പരിപാടികളുണ്ട്. ഞാൻ ഇൻട്രോയിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെന്നറിയാം. കാരണം അവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലമ്പുണ്ടാക്കി നടക്കുമായിരുന്നു. എവിടെ പോയാലും അവിടെ കുറേ ബലൂൺ മാമന്മാരുണ്ടാവും പിള്ളേരുടെ മൂഡ് കളയാനായിട്ട്. എന്തായാലും ഈ പ്രാവശ്യം സിയ ഡൈനോസറെ കണ്ടതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാണ്ട് ഓടി. ഗായ്സ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കയറാനായിട്ട് എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ അജ്മാൻ ഫെസ്റ്റിൽ കയറാനായിട്ട് 5 ദറംസിൻ്റെ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക്. അച്ചാച്ചനാണെങ്കിൽ ഒരു ദിവസം സിയയ്ക്ക് അറിയാതെ വാക്ക് കൊടുത്തു പോയി ദുബായിലുള്ള ഡൈനോസർ പാർക്ക് ഗ്ലോ ഗാർഡനിൽ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ നാട്ടിൽ വരാനുള്ള റൂം വൃത്തിയാക്കലും പാക്കിങ്ങും ഒതുക്കവും കാരണം ഞാൻ അങ്ങ് ഭയങ്കര ടയർഡായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് പോകണമെന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ തന്നെ അങ്ങ് സ്വയം മടിക്കും. അപ്പോഴാണ് അറിഞ്ഞത് അജ്മാനിൽ ഇങ്ങനെ ഒരു സംഭവം ഡൈനോസറുടെ വന്നിട്ടുണ്ട്. അപ്പോൾ സിയാനെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉള്ളൂ, കുറേ ഫോട്ടോ എടുക്കാനും കുറേ മൂവ് ആവുന്ന ഡൈനോസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ആ ഡൈനോസറുടെ വായി കയറിക്കോ. അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത് മൊത്തം ലൈറ്റാ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ അജ്മാൻ ഫെസ്റ്റിവലിന് അടിച്ചു കൊടുത്താൽ മതി, ഗൂഗിളിൽ കിട്ടും. അൽജർഫ് അജ്മാനിലാണ്. ചൈന മോളുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇതുപോലെ ഓരോരോ ഫെസ്റ്റിവൽസ് കാണും. ഈ പ്രാവശ്യം ഡൈനോസറുടെ തീമിലാണ് വന്നേക്കുന്നത്. ഡൈനോസർ ആയതുകൊണ്ട് ഞങ്ങൾ വന്നതാട്ടോ. ഞങ്ങൾ എപ്പോഴും ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ഇതുവരെ കയറാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എന്തായാലും കയറി. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഞാൻ ടയർഡാവും. പിന്നെ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കും. അജ്മാൻ ഫെസ്റ്റിൽ കറങ്ങാൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിൽ വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് നാട്ടിൽ വരുന്നതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം എമിറേറ്റ്സിൽ യാത്ര ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ശ്രമിക്കും, പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഗൈസ്. ചിലപ്പോൾ ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ശരിയാവുമായിരിക്കും. ഇനിയാണ് പൈസക്കളി എന്ന് പറയുന്നത്. ഞങ്ങൾ 10-200 ദറംസിൻ്റെ ചാർജ് എങ്ങാണ്ട് ചെയ്ത്. അവിടെ ഒത്തിരി ഗെയിംസ് ഉണ്ട്. എല്ലാത്തിനും 10-15 ദറംസൊക്കെയാണ്. സിയാനാണെങ്കിൽ ചിലതിനൊക്കെ 2 പ്രാവശ്യം വെച്ചൊക്കെ കയറിയിട്ടുണ്ട്. നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്ന് സിയ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ പോവുകയാണെങ്കിൽ എവിടെയും പോകാൻ പറ്റത്തില്ല, അച്ഛനില്ലല്ലോ. ആക്ച്വലി ഉണ്ടല്ലോ, ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ സിയാൻ അങ്ങനെ എല്ലാ റൈഡിലൊന്നും കയറാൻ പറ്റത്തില്ല. സിയ ഭയങ്കര കുഞ്ഞിതാന്നും പറഞ്ഞ് അവർ മാറ്റും. ആകെ 2-3 ഇല തവളയും പിന്നെ അങ്ങനെ കുറേ ട്രെയിനും അങ്ങനെയൊക്കെ കയറത്തുള്ളൂ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറണമെന്ന്. പക്ഷേ ഇവിടെ അവർ മിക്കതിലും കയറ്റുന്നുണ്ട് പാരൻസ് ഉണ്ടെങ്കിൽ. പിന്നെ ഗായ്സ്, അവിടെ കുട്ടികളെയും കൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്താണെങ്കിൽ ശ്രദ്ധിച്ചതുമില്ല. അവൾ മൂക്കിലും കണ്ണിലും എല്ലാം ആ പൊടി ഇടിച്ച് കയറ്റി. രാത്രി മൊത്തം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുഖമൊക്കെ നീര് വെച്ച്. അപ്പോൾ പോകുന്നവർ വൈപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഗായ്സ്, ഇവിടുത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. കുട്ടികൾക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെന്തായാലും എൻജോയ് ചെയ്യും. പിന്നെ
കുറേ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കരുത്, ഒരു വകയ്ക്ക് കൊള്ളാത്ത ഫുഡാണ്. എനിക്ക് പാനിപൂരി കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് പാനിപൂരിയും സിയ മിക്സഡ് ഐസ്ക്രീമും ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്ത്. പക്ഷേ ബില്ല് വന്നപ്പോൾ 90-80 ദിർഹംസ് എങ്ങാണ്ടായി. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോയി നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊന്നും അപ്പോഴൊന്നും കിട്ടത്തില്ല. 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പോഴത്തേക്ക് എല്ലാവരും മുഷിഞ്ഞു. ഒന്നാമത് ചൂടും കൂടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോയി. ഈ ഇടയ്ക്കായിട്ട് സിയ പസിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ അവിടെ 1 ദിർഹം 2 ദിർഹംസ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഹെയർ ബാൻഡോ കാര്യങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഈ കാണുന്ന ഐറ്റംസിനൊക്കെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഓൾറെഡി ലഗേജൊക്കെ പാക്ക് ചെയ്തിനി. അച്ചാച്ചൻ എന്നോട് ചോദിക്കുമായിരുന്നു എന്താ ഇന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ പർച്ചേസ് ചെയ്യാനെന്ന്. പർച്ചേസ് ചെയ്തിട്ട് കാര്യമല്ല, ഉള്ള സാധനം എടുത്ത് മാറ്റേണ്ടി വരും എന്നാണ് എൻ്റെ പേടി, കിലോ കൂടിയിട്ട്. ഗായ്സ് വ്ളോഗ് തീരാറായി. ഇനി ഒരു 20 ദിർഹംസോ 30 ദിർഹംസോ എങ്ങാണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കയറിയ സാധനത്തിൽ തന്നെ കയറുവാണ്. അപ്പോഴാണ് ശ്രദ്ധിച്ച ഈ ഒരു സാധനം. ഇതിൽ നിങ്ങൾ പറ്റുന്നവർ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. എന്തായാലും പോകുന്നവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ഈ കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. സിയ അതിലും കൂടെ കയറണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ കുറിപ്പിനെ എടുത്തുകൊണ്ട് ഓടട്ടെ. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകളെല്ലാം നാട്ടിൽ വെച്ചിട്ടായിരിക്കും. നമ്മൾ നാട്ടിൽ 1 വർഷം നിൽക്കണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സിയാന അവിടെ സ്കൂളിൽ ചേർത്ത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നാൽ ടേക്ക് കെയർ, ബൈ ബൈ.